മറ്റ് രാജ്യങ്ങളിൽ നിന്നെല്ലാം വളരെ വ്യത്യസ്തമായി ലോകത്തുണ്ടാകുന്ന ഓരോരോ നല്ല മാറ്റങ്ങളെയും സ്വാഗതം ചെയ്തുകൊണ്ട് അവയ്ക്കൊപ്പം മുന്നേറാൻ സാധിക്കുന്ന ഒരു അത്ഭുത രാഷ്ട്രമാണ് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത്. അത്തരത്തിൽ ഒരു നല്ല നമുക്കൊക്കെ അഭിമാനിക്കാനാകുന്ന ഒരു മാറ്റത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു പദ്ധതിയെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞു വരുന്നത്. നമ്മുടെ കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവാണ് ഈ ശുഭവാർത്ത ട്വിറ്ററിലൂടെ നമുക്കൊക്കെ പങ്കുവച്ചത്. കോടിക്കണക്കിന് രൂപ മുതൽ മുടക്കിൽ നമ്മുടെ രാജ്യം ഒരു പുതിയ ചുവട് എടുത്തു വയ്ക്കുകയാണ്. അതായത് ഹൈപ്പർ ലൂപ്പ് സാങ്കേതിക വിദ്യയിൽ അതിവേഗ ട്രെയിൻ വരുന്നു. അതിന്റെ ആദ്യ ട്രാക്ക് പൂർത്തിയായിട്ടുമുണ്ട്. ഹൈപ്പർ ലൂപ്പ് എന്ന ഈ അതിവേഗ ട്രെയിനിന്റെ പ്രത്യേകതകൾ അറിഞ്ഞാലാണ് അതിന്റെ പ്രാധാന്യം നമുക്ക് കൂടുതൽ വ്യക്തമാവുക. എന്തായാലും ഒരു കാര്യം വിശദമാക്കാം. ഹൈപ്പർ ലൂപ്പ് സാങ്കേതിക വിദ്യയ്ക്കായുള്ള ആദ്യ പരീക്ഷണ ട്രാക്ക് പൂർത്തിയായതായി റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവിന്റെ പ്രതികരണം വന്നിരിക്കുന്നു. തായൂർ IIT മദ്രാസ് ക്യാമ്പസിന്റെ ഡിസ്കവറി ക്യാമ്പസിൽ പൂർത്തിയായ 410 മീറ്റർ ട്രാക്കിന്റെ വീഡിയോ എക്സിൽ പങ്കുവെച്ചുകൊണ്ടായിരുന്നു അശ്വിനി വൈഷ്ണവ് ഇക്കാര്യം അറിയിച്ചത്. ഇന്ത്യൻ റെയിൽവേ IIT മദ്രാസ് ആവിഷ്കാർ ഹൈപ്പർ ലൂപ്പ് ടീം, സ്റ്റാർട്ടപ്പ് കമ്പനിയായ ട്യൂഡർ ഹൈപ്പർ ലൂപ്പ് എന്നിവയുടെ സംയുക്ത പരിശ്രമത്തിന്റെ ഫലമായിട്ടാണ് ട്രാക്ക് പൂർത്തിയായിരിക്കുന്നത്. ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവരെ അശ്വിനി വൈഷ്ണവ് അഭിനന്ദിക്കുകയും ചെയ്തു. 2022 മാർച്ചിലായിരുന്നു IIT മദ്രാസ് ഹൈപ്പർ ലൂപ്പ് പ്രൊജക്ടുമായി ഇന്ത്യൻ റെയിൽവേയെ സമീപിച്ചത്. 8.34 കോടിയാണ് പദ്ധതിയുടെ ചെലവ്. ഈ ട്രാക്കിലൂടെ 600 കിലോമീറ്റർ വേഗതയിൽ വരെയുള്ള പരീക്ഷണം നടത്താനാവുമെന്നാണ് ബന്ധപ്പെട്ടവർ അവകാശപ്പെടുന്നത്. മാത്രവുമല്ല, ഭാവി ഹൈപ്പർ ലൂപ്പ് വികസനവുമായി ബന്ധപ്പെട്ട് ഗവേഷണങ്ങൾക്കെല്ലാം ടെസ്റ്റ് ബെഡായി ഇതിനെ മാറ്റാമെന്നും IIT ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു അവസരത്തിൽ നിങ്ങൾക്കെല്ലാം സംശയമുണ്ടാകുന്നത് എന്താണ് ഈ ഹൈപ്പർ ലൂപ്പ് എന്നല്ലേ? അതിനെക്കുറിച്ച് വ്യക്തമാക്കി തരാം. ഭൂമിക്കടിയിലോ മുകളിലോ നിർമ്മിക്കുന്ന പ്രത്യേക അന്തരീക്ഷം ഉൾക്കൊള്ളുന്ന ട്യൂബാണ് ഹൈപ്പർ ലൂപ്പ് എന്ന് പറയുന്നത്. ഇതിലായിരിക്കും വാഹനം മുന്നോട്ട് ചലിക്കുക. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ആളുകൾക്ക് ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരിടത്തേക്ക് ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കാനുള്ള പ്രത്യേക യാത്രാ സംവിധാനമാണിത്. ഈ മാർഗത്തിലൂടെ മണിക്കൂറിൽ 1200 കിലോമീറ്റർ, അതായത് 745 mph വേഗതയിൽ യാത്ര സാധ്യമാകും. ചുരുക്കി പറയുകയാണെങ്കിൽ യാത്രാ സമയം ഗണ്യമായി കുറയ്ക്കാൻ കഴിയുന്ന ഒരു അതിവേഗ ഗതാഗത സംവിധാനമാണ് ഹൈപ്പർ ലൂപ്പ് എന്ന് പറഞ്ഞാൽ. ഒരു ലേഖനമനുസരിച്ച് ഈ പുതിയ ഗ്രൗണ്ട് ട്രാൻസ്പോർട്ടിന് ഭീമാകാരമായ താഴ്ന്ന മർദ്ദമുള്ള ട്യൂബുകളിലൂടെയോ തുരങ്കങ്ങളിലൂടെയോ സഞ്ചരിക്കുന്ന ഒരു ഫ്ലോട്ടിംഗ് പോഡിൽ മണിക്കൂറിൽ ഏകദേശം 1127 km/h സഞ്ചരിക്കും. ഘർഷണം കുറയ്ക്കാൻ ഈ ട്യൂബുകളിൽ നിന്ന് വായുവിന്റെ ഭൂരിഭാഗവും നീക്കം ചെയ്യുന്നതിനാൽ തന്നെ ഇവയ്ക്ക് മണിക്കൂറിൽ 1207 km വരെ സഞ്ചരിക്കാൻ സാധിക്കും. ഹൈപ്പർ ലൂപ്പിനുള്ള ട്രാക്ക് ഭൂമിക്ക് മുകളിലോ താഴെയോ ഒക്കെ നിർമ്മിക്കാനാവുന്നതാണ്. ഇവ ട്രെയിനുകളോ കാറുകളോ പോലെയല്ല. എയർ സ്കീസുകളിൽ പൊങ്ങിക്കിടക്കുന്നതിനാൽ തന്നെ അല്ലെങ്കിൽ ഘർഷണം കുറയ്ക്കുന്നതിന് മാഗ്നറ്റിക് ലെവിറ്റേഷൻ സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നതിനോ വികസിപ്പിച്ചെടുത്തതാണെന്ന് ചില റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. അതായത് പാളങ്ങൾക്ക് മുകളിൽ പൊങ്ങിക്കിടക്കുന്നതിന് വൈദ്യുതകാന്തങ്ങൾ ഉപയോഗിക്കുന്ന മാഗ്ലെവ് ട്രെയിനുകൾ ചൈന, ജപ്പാൻ, ദക്ഷിണ കൊറിയ എന്നിവയുൾപ്പെടെ നിരവധി രാജ്യങ്ങളിൽ ഇതിനകം തന്നെ പ്രവർത്തിക്കുന്നതാണ്. ഹൈപ്പർ ലൂപ്പ് വിമാനങ്ങൾ പോലെയുള്ള അതിവേഗ ഗതാഗതത്തേക്കാൾ ഹൈപ്പർ ലൂപ്പ് ട്രെയിനുകൾ കൂടുതൽ നല്ലതാണെന്നാണ് പറയപ്പെടുന്നത്. ഇനി ഈ ഹൈപ്പർ ലൂപ്പ് പ്രവർത്തിക്കുന്നത് എങ്ങനെയെന്ന് കൂടി വ്യക്തമാക്കി തരാം. ഇതിൽ അന്തരീക്ഷ മർദ്ദത്തിന് പകരം മാഗ്ലേവിലേതുപോലെ 2 ഇലക്ട്രോ മാഗ്നറ്റിക് മോട്ടോറുകളാണ് ക്യാപ്സ്യൂളിനെ മുന്നോട്ട് ചലിപ്പിക്കുന്നത്. ട്യൂബിനകത്തെ വായു നീക്കം ചെയ്തിരിക്കും. മർദ്ദം കുറഞ്ഞ വായു മാത്രമായിരിക്കും ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടാവുക. ക്യാപ്സ്യൂളിന്റെ മുൻവശത്ത് ഒരു കംപ്രസർ ഫാൻ ഉണ്ടായിരിക്കും. ഇത് ട്യൂബിലെ വായുവിനെ പുറകിലേക്ക് തിരിച്ചു വിടുകയും വായുവാഹിനികളിലേക്ക് അയക്കുകയും ചെയ്യും. സ്കീ പാഡിൽ പോലെയുള്ള ഇവ ഘർഷണം കുറയ്ക്കുന്നതിനായി ക്യാപ്സ്യൂളുകളെ ട്യൂബിന്റെ ഉപരിതലത്തിന് മുകളിലേക്ക് ഉയർത്തും. ഇതിൽ അന്തരീക്ഷ മർദ്ദത്തിന് പകരം മാഗ്ലേവിലേതുപോലെ 2 ഇലക്ട്രോ മാഗ്നറ്റിക് മോട്ടോറുകളാണ് ക്യാപ്സ്യൂളിനെ മുന്നോട്ട് ചലിപ്പിക്കുന്നത്. ട്യൂബിനകത്തെ വായു നീക്കം ചെയ്തിരിക്കും. മർദ്ദം കുറഞ്ഞ വായു മാത്രമായിരിക്കും ഉണ്ടായിരിക്കുക. ക്യാപ്സ്യൂളിന്റെ മുൻവശത്ത് ഒരു കംപ്രസർ ഫാൻ ഉണ്ടായിരിക്കും. ഇത് ട്യൂബിലെ വായുവിനെ പുറകിലേക്ക് തിരിച്ച് വിടുകയും വായു വാഹിനികളിലേക്ക് അയക്കുകയോ ചെയ്യും. കീപാഡിൽ പോലെയുള്ള ഇവ ഘർഷണം കുറയ്ക്കുന്നതിനായി ക്യാപ്സ്യൂളുകളെ ട്യൂബിന്റെ ഉപരിതലത്തിന് മുകളിലേക്ക് ഉയർത്തും. ഇനി നമുക്ക് മാഗ്നറ്റിക് ലെവിറ്റേഷൻ സാങ്കേതിക വിദ്യ എന്താണെന്ന് നോക്കാം. മാഗ്നറ്റിക് ലെവിറ്റേഷൻ എന്ന സാങ്കേതിക വിദ്യ അനുസരിച്ചാണ് ഹൈപ്പർ ലൂപ്പ് പ്രവർത്തിക്കുന്നത്. കുറഞ്ഞ മർദ്ദത്തിൽ മാഗ്നറ്റിക് ലെവിറ്റേഷൻ വഴി വിമാനത്തിന് സമാനമായ വേഗതയിൽ ആളുകളെയും ചരക്കുകളെയും ദൂരങ്ങളിൽ എത്തിക്കാൻ കഴിയും. ഊർജ്ജ ചെലവ് കുറവായ ഒപ്പം കാർബൺ ന്യൂട്രൽ ആകാനുള്ള ഇന്ത്യൻ ശ്രമങ്ങൾക്ക് ഈ ഹൈപ്പർ ലൂപ്പ് ശക്തി പകരുകയും ചെയ്യും. 350 കിലോമീറ്റർ ദൂരം പിന്നിടാൻ വെറും അരമണിക്കൂർ മതി. അതായത് ചെന്നൈ മുതൽ ബാംഗ്ലൂരു വരെയുള്ള 350 കിലോമീറ്റർ ദൂരം വെറും അരമണിക്കൂർ മതിയാകും ഹൈപ്പർ ലൂപ്പിന് മറികടക്കാൻ വേണ്ടിയിട്ട്. മദ്രാസ് IIT 2017 ഈ ആവിഷ്കാർ ഹൈപ്പർ ലൂപ്പ് എന്ന പദ്ധതി ആരംഭിക്കുന്നത്. 70 വിദ്യാർത്ഥികൾ അടങ്ങുന്ന സംഘമായിരുന്നു ഇതിലുണ്ടായിരുന്നത്. ഹൈപ്പർ ലൂപ്പ് വഴിയുള്ള ഗതാഗത സൗകര്യം വർദ്ധിപ്പിക്കാനുള്ള ആശയങ്ങൾ പ്രയോഗിക്കാനുള്ള ഒരു ഇടമായിരുന്നു ഇതിലുണ്ടായിരുന്നത്.
കേന്ദ്ര സർക്കാരിനൊപ്പം സ്റ്റീൽ ഭീമനായ ആർസെലർ മിത്തലും ഈ പദ്ധതിയിൽ പങ്കാളിയായി. പദ്ധതിക്ക് ആവശ്യമായ പ്രധാന വസ്തുക്കൾ മിത്തലാണ് നൽകിയത്. എലോൺ മസ്കും അദ്ദേഹത്തിന്റെ സ്ഥാപനമായ സ്പേസ് എക്സുമാണ് ഹൈപ്പർലൂപ്പ് സാങ്കേതിക വിദ്യ ഏറെ പ്രോത്സാഹിപ്പിച്ചത്. IIT മദ്രാസിലെ ആവിഷ്കാർ ഹൈപ്പർലൂപ്പിന് 2019 സ്പേസ് എക്സ് നടത്തിയ ഹൈപ്പർലൂപ്പ് പോഡ് മത്സരത്തിൽ ആഗോള റാങ്കിങ്ങിൽ മികച്ച 10 എണ്ണത്തിൽ ഒന്നാകാനായിരുന്നു. ഏഷ്യയിൽ നിന്നുള്ള ഏക ടീമാണ് ആവിഷ്കാർ ഹൈപ്പർലൂപ്പ്. 2023 യൂറോപ്യൻ ഹൈപ്പർലൂപ്പ് വീക്കിൽ ആഗോളതലത്തിലെ മികച്ച 3 ഹൈപ്പർലൂപ്പുകളിൽ ഒന്നുമായിട്ട് ഇതിന് മാറാൻ സാധിച്ചു. ഇനി ട്യൂഡർ ഹൈപ്പർലൂപ്പ് എന്താണെന്ന് വിശദീകരിച്ചു തരാം. ട്യൂഡർ ഹൈപ്പർലൂപ്പ് IIT മദ്രാസിൽ നിന്നും പ്രവർത്തിക്കുന്ന ഒരു ഡീപ് ടെക് സ്റ്റാർട്ടപ്പാണ്. ഹൈപ്പർലൂപ്പ് സാങ്കേതികവിദ്യ വാണിജ്യവൽക്കരിക്കുന്നതിന്റെ ഭാഗമായി നാഷണൽ സെന്റർ ഫോർ കമ്പഷൻ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് 2022 IIT മദ്രാസിൽ ഈ സ്റ്റാർട്ടപ്പ് പ്രവർത്തനം തുടങ്ങി. 2022 മാർച്ചിലാണ് ഹൈപ്പർലൂപ്പ് പ്രൊജക്ടിനായി IIT മദ്രാസ് കേന്ദ്ര റെയിൽവേ മന്ത്രാലയത്തെ സമീപിച്ചത്. 8.34 കോടി രൂപയായിരുന്നു അന്ന് പദ്ധതിക്ക് ചെലവ് കണക്ക് കൂട്ടിയിരുന്നത്. 600 കിലോമീറ്റർ വേഗതയിൽ വരെ നിലവിലെ ട്രാക്കിലൂടെ കുതിക്കുമെന്ന് അധികൃതർ കണക്ക് കൂട്ടുന്നുമുണ്ട്. ഇനി എങ്ങനെയാണ് ഈ ഹൈപ്പർലൂപ്പ് ഉണ്ടായത്, അതായത് ഈ ആശയത്തിന് പിന്നിൽ എന്താണെന്ന് പറഞ്ഞു തരാം. ഹൈപ്പർലൂപ്പിന്റെ അടിസ്ഥാന ആശയം ഒരുപാട് നാളുകളായി നിലവിലുണ്ടത്രേ. 2013 സ്പേസ് എക്സ് സ്ഥാപകനും ടെസ്ല സിഇഒയുമായ എലോൺ മസ്ക് ഹൈപ്പർലൂപ്പ് സാങ്കേതിക വിദ്യയിൽ താല്പര്യം ജനിപ്പിച്ചുകൊണ്ട് അതിവേഗ ഗതാഗത സംവിധാനത്തെക്കുറിച്ച് ഒരു ധവളപത്രം പുറത്തിറക്കുന്നു. യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ ലോസ് ഏഞ്ചൽസിനും സാൻ ഫ്രാൻസിസ്കോയ്ക്കും ഇടയിൽ ആളുകളെയും ചരക്കുകളെയും കൊണ്ടുപോകുന്നതിനായി ഒരു സർവീസ് നടത്തണമെന്ന് അദ്ദേഹം നിർദ്ദേശിച്ചു. അത് നിർദ്ദിഷ്ട അതിവേഗ റെയിൽ ലിങ്കിനേക്കാൾ വില കുറഞ്ഞതും വേഗത്തിലുള്ളതുമായിരിക്കും. ഈ ആശയത്തെ അടിസ്ഥാനമാക്കി ഹൈപ്പർലൂപ്പ് സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിനായി 2014 ഹൈപ്പർലൂപ്പ് 1 സ്ഥാപിക്കപ്പെട്ടു. എന്നിരുന്നാലും വെർജിൻ സ്ഥാപകനായ റിച്ചാർഡ് ബ്രാൻസണിൽ നിന്ന് പിന്തുണ ലഭിച്ച കമ്പനി കഴിഞ്ഞ വർഷം അടച്ചു പൂട്ടേണ്ടതായി വന്നിട്ടുണ്ട്. എഞ്ചിനീയറിംഗ് വെല്ലുവിളികളും അതിന്റെ സാധ്യതയെക്കുറിച്ചുള്ള ആശങ്കകളും കാരണം പദ്ധതി കുഴപ്പത്തിലായി. വെല്ലുവിളികൾക്കിടയിലും ഹൈപ്പർലൂപ്പ് ഇന്ത്യയുൾപ്പെടെ ലോകത്തിന്റെ മറ്റ് ഭാഗങ്ങളിൽ താല്പര്യം ജനിപ്പിച്ചിട്ടുണ്ട്. സെപ്റ്റംബറിൽ നെതർലാൻഡ്സ് ആസ്ഥാനമായുള്ള ഹൈപ്പർലൂപ്പ് കമ്പനിയായ ഹാർഡ് വീന്തത്തിലെ യൂറോപ്യൻ ഹൈപ്പർലൂപ്പ് സെന്ററിൽ ഒരു വാഹനത്തിന്റെ ആദ്യത്തെ വിജയകരമായ പരീക്ഷണയോട്ടം റിപ്പോർട്ട് ചെയ്തു. മസ്കിന്റെ സ്വന്തം സ്ഥാപനമായ ദ ബോറിംഗ് കമ്പനിയും ഭൂഗർഭ തുരങ്കങ്ങൾ ഉപയോഗിച്ച് ഹൈപ്പർലൂപ്പ് സാങ്കേതിക വിദ്യയെക്കുറിച്ച് ഗവേഷണം നടത്തുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ രാജ്യത്തിന്റെ ഇന്ത്യയുടെ ഹൈപ്പർലൂപ്പ് സ്വപ്നങ്ങളെക്കുറിച്ച് അറിയാം. ചെന്നൈയിൽ ഹൈപ്പർലൂപ്പ് ടെസ്റ്റ് ട്രാക്ക് പൂർത്തിയാക്കിയത് ഇന്ത്യയുടെ സുപ്രധാന ചുവടുവയ്പ് തന്നെയാണ്. അതിവേഗ ഗതാഗത സംവിധാനത്തിന്റെ യാത്രയുടെ ഭാവിയാകാനുള്ള സാധ്യതയുണ്ടെന്ന് ഇത് കാണിക്കുന്നു. ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് അനുസരിച്ച് IIT മദ്രാസിന്റെ ഡിസ്കവറി ക്യാമ്പസിലെ 410 മീറ്റർ ഹൈപ്പർലൂപ്പ് ടെസ്റ്റ് ട്രാക്കിൽ 100 കിലോമീറ്റർ വേഗതയിലാണ് സാങ്കേതിക വിദ്യ ആദ്യം പരീക്ഷിക്കുക. ഇതിനുശേഷം ദൈർഘ്യമേറിയ ട്രാക്കിൽ 600 കിലോമീറ്റർ വേഗതയിൽ പരീക്ഷിക്കും. ഈ സാങ്കേതിക വിദ്യയുടെ യഥാർത്ഥ ലോക ആപ്ലിക്കേഷനുകൾ ഞങ്ങൾ ഇതിനകം തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്ന് ഹൈപ്പർലൂപ്പ് സാങ്കേതിക വിദ്യയുടെ ഉചിതമായ ഘടകങ്ങൾ ഉപയോഗിച്ച് വികസിപ്പിച്ച അതിവേഗ കോറിഡോർ ഉപയോഗിച്ച് നിലവിലുള്ള മെട്രോ റെയിൽ ശൃംഖല വർദ്ധിപ്പിക്കുക എന്നതാണ് അത്തരത്തിലുള്ള ഒരു സാധ്യതയുള്ള ആപ്ലിക്കേഷൻ. ട്യൂഡർ ഹൈപ്പർലൂപ്പിന്റെ സ്ഥാപക ഡയറക്ടർ അരവിന്ദ് എസ് ഭരദ്വാജ് TNAയോട് പറഞ്ഞത് ഇങ്ങനെയാണ്. എന്നിരുന്നാലും ഒരു മത്സര ചിലവിൽ ഇത് വികസിപ്പിക്കുക എന്നതാണ് ഒരു പ്രധാന വെല്ലുവിളി എന്ന് പറയുന്നത്. 15 മിനിറ്റിനുള്ളിൽ 60 കിലോമീറ്റർ പിന്നിടാൻ നമുക്ക് കഴിയുമെങ്കിൽ ഒരു സാമൂഹിക ആവശ്യം പരിഹരിക്കുന്ന ഒരു സാങ്കേതിക പരിഹാരം ഇതിലൂടെ ഉണ്ടാക്കാൻ സാധിക്കും. സമർപ്പിത അതിവേഗ ഇടനാഴിയിൽ 30 മുതൽ 40 വരെ യാത്രക്കാരെ കൊണ്ടുപോകുന്ന ഒരു ബസ് പോലെയാണ് പോഡ് എന്ന് പറയുന്നത്. ഹൈപ്പർലൂപ്പ് യാത്രയ്ക്ക് നമ്മുടെ യാത്രാ രീതി തന്നെ ഇതിലൂടെ മാറ്റാൻ സാധിക്കും. ഇത് യാഥാർത്ഥ്യമായാൽ മെട്രോ റെയിൽ ശൃംഖലയെ പൂരകമാക്കാനും തിരക്ക് കുറയ്ക്കാനും സാധിക്കും. ഓസ്ട്രേലിയൻ നാഷണൽ യൂണിവേഴ്സിറ്റി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കമ്പ്യൂട്ടിംഗ് ആൻഡ് സൈബർനെറ്റ്സിലെ അസോസിയേറ്റ് പ്രൊഫസറായ ജൊനാഥൻ കോൾഡ്രിക് അൽജസീറയോട് സംസാരിക്കുമ്പോൾ ഒരു പ്രവർത്തന ഹൈപ്പർ ലൂപ്പിന് നഗരഗതാഗതം വളരെയധികം മെച്ചപ്പെടുത്താൻ കഴിയുമെന്നും പറയുന്നു. ഒരു വലിയ ഭൂപ്രദേശത്തുടനീളം നിങ്ങൾക്ക് 2 ജനസംഖ്യാ കേന്ദ്രങ്ങൾ ഉണ്ടെങ്കിൽ അവ തമ്മിൽ ബന്ധിപ്പിക്കേണ്ടതുണ്ട്. പോയിന്റ് എയിൽ നിന്ന് B പോയിന്റിലേക്ക് എത്തിക്കുന്നതിനുള്ള ഏറ്റവും വേഗതയേറിയ മാർഗം ഈ സാങ്കേതിക വിദ്യയിലായിരിക്കും, അദ്ദേഹം പറഞ്ഞു. അല്ലെങ്കിൽ ഒരു തലസ്ഥാന നഗരത്തിന്റെ കാര്യത്തിൽ അതിന്റെ പരിധിയിലെത്തി തുടങ്ങുന്നു. ആളുകൾ ദിവസവും 2 മണിക്കൂറാണ് യാത്ര ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നഗരത്തിന് പുറത്ത് വിദൂര കമ്മ്യൂണിറ്റികളിൽ പോലും ജനസംഖ്യാ വികസനം വർദ്ധിപ്പിക്കാനും സാധിക്കും. അപ്പോൾ ഈ ഒരു വിഷയത്തെക്കുറിച്ച്, അതായത് ഇന്ത്യയുടെ അഭിമാനമായി ഈ ഒരു സുവർണ്ണ നേട്ടത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയായാലും കമൻറ്റിൽ കുറിക്കൂ. അതോടൊപ്പം ഈ അറിവ് എല്ലാവരിലേക്കും എത്താനായി വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ.